ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിൻ്റെ മുമ്പാകെ വരുമാറാകട്ടെ. മരണത്തിന് വിധിക്കപ്പെട്ടവരെ നീ നിൻ്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. 79-ാം സങ്കീർത്തനം 11-ാം വാക്യമാണ് നാം ശ്രദ്ധിച്ചത്. ഒരു കർത്തൃദിവസം കൂടെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും ദൈവം അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബദ്ധന്മാരായിരിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. മരണത്തിന് വിധിക്കപ്പെട്ടവർ അവർക്ക് മരണത്തിൽ നിന്നുള്ള വിടുതലാണ് താല്പര്യമുള്ളത്. ഈ രണ്ട് ഗണത്തിൽപ്പെട്ടതായിരിക്കുന്ന ആളുകൾ അവർക്കതിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മരണത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം നാം പരിശോധിച്ചാൽ അവിടെ ചില പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇവിടം വിട്ട് പൊയ്ക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരുശലേമിന് പുറത്തു വെച്ചൊരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവ്യമല്ലല്ലോ എന്ന് പറവീൻ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു മരണഭയമില്ലാത്തവനായി തൻ്റെ ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു വലിയ ദൗത്യം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മരണഭയത്തോടുകൂടെ അത് നിർവഹിക്കുവാനായിട്ട് സാധ്യമല്ല. ആ ദൗത്യ നിർവഹണത്തിനിടയിൽ ഒരുപക്ഷെ മരണം സംഭവിക്കേണ്ടി വന്നാലും ആ മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് തൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, യുദ്ധപോരാളികളായി യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ മരണത്തെ ഭയമുള്ളവരാണെങ്കിൽ അവർക്ക് ആ യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടേണ്ടി വരും. അവർക്ക് ആ യുദ്ധത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അവർക്ക് മരണത്തെ ഭയമില്ലാതെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ ദൗത്യം നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഇതാ മരണത്തെ പരാജയപ്പെടുത്തുവാൻ, മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തോൽപ്പിക്കുവാൻ മരണഭയമില്ലാത്തവനായി നമ്മുടെ കർത്താവ് മുന്നോട്ട് വന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കുന്നത് കർത്താവ് മരണം ഇല്ലാത്തവനാണ്. എന്തുകൊണ്ടാണ്? ദൈവമായതുകൊണ്ട്. ദൈവത്തിന് മരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം മരിക്കുകയല്ല, ദൈവം മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് മരണം ഏറ്റുവാങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാപികൾക്ക് പാപത്തിൻ്റെ ശമ്പളമായി മരണം അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപമില്ലാത്തവനാണ്. പാപമില്ലാത്തൊരു വ്യക്തി മരിക്കേണ്ടതായ ആവശ്യമില്ല. എന്നാൽ പാപമില്ലാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപം ആക്കിയെന്നാണ് നമുക്ക് കൊരിന്ത്യലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിലൂടെ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു. പാപം ഇല്ലാത്തവൻ പാപം ആക്കപ്പെടുന്നു. മരണം ഇല്ലാത്തവൻ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നു. എന്തിനു വേണ്ടി? പാപികളും മരണയോഗ്യരുമായിരിക്കുന്ന നമ്മെ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ, നമ്മുടെ മരണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണഭയം കൂടാതെ, ഹെരോദാവ് കൊല്ലുവാൻ അധികാരമുള്ള വ്യക്തിയാണ്. എന്നാൽ ഹെരോദാവിൻ്റെ ആ വെല്ലുവിളിയെ ഭയക്കാതെ, മരണത്തെ ഭയക്കാതെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ആ കുറുക്കനോട് ഇപ്രകാരം പറയുക, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും സഞ്ചരിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു, രോഗശാന്തി വരുത്തേണ്ടതാകുന്നു, കർത്താവിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കേണ്ടതാകുന്നു എന്ന് പറയുകയാണ്. നമുക്കറിയാം, കുറുക്കൻ എന്ന് പറയുമ്പോൾ ഉപായരൂപേണ പ്രവർത്തിക്കുന്ന ഒരു മൃഗമാണ് കുറുക്കൻ. ആ ഉപായബുദ്ധിയാണ് ഈ ഹെരോദാവിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും പ്രവർത്തിക്കേണ്ടതാകുന്നു. പ്രിയരെ, കർത്താവ് തൻ്റെ പ്രവർത്തനം നിർത്തിയില്ല. പാപികൾക്ക് വേണ്ടി പരമയാഗമായി തീരുവാൻ, മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തോൽപ്പിച്ച് മരണഭയത്തിലാണ്ടിരിക്കുന്ന മനുഷ്യരെ വിടുവിക്കുവാൻ മരണഭയം അല്പം പോലും ഏശാതെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരണം ഏറ്റുവാങ്ങുന്ന രംഗമാണ് കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ മരണഭയം നീങ്ങിയിരിക്കുകയാണ്. ഇനി മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ നാം ഭയക്കേണ്ടതില്ല. മരണം നമുക്ക് ഇനിയൊരു ഭയപ്പെടേണ്ട വിഷയമല്ല. പിന്നെയോ മരണഭയം നമ്മിൽ നീക്കിക്കളഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവ് നമ്മുടെ മരണഭയം നീക്കിയതുകൊണ്ട്, നമുക്ക് നിത്യജീവൻ നൽകുവാൻ പ്രസാദിച്ചതുകൊണ്ട് ഇനി മരണത്തെ ഭയം കൂടാതെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവജനത്തിൻ്റെ മരണ
മരണത്തെ സംബന്ധിച്ചിടത്തോളം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിക്കുന്നത് ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മരണത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നത്, ഹേ മരണമേ നിൻ്റെ ജയമെവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ. മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതെ, കർത്താവായ യേശു ക്രിസ്തു മരണത്തെ നീക്കിയത് കൊണ്ട് മരണഭയം നമ്മിൽ നീങ്ങിപ്പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനി ദൈവജനം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകൾ അവർ മരണത്തെ ഭയക്കേണ്ടതില്ല. മരണഭയം അവരിൽ എന്നേക്കുമായി ഓടിപ്പോയിരിക്കുന്നു. നിത്യമായ മരണത്തിൽ നിന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വിടുതൽ ലഭിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സംഭവിച്ചത് അതാണ് പ്രിയപ്പെട്ടവരെ. ഈ കർത്ത ദിവസത്തിൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കുമ്പോൾ നമ്മെ മരണഭയത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ് അതേസമയം നമുക്ക് വേണ്ടി മരണം ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി ആ മരണത്തിൻ്റെ കയ്പുനീർ മട്ടോളം ഊറ്റിക്കുടിച്ച് മരണം ആസ്വദിച്ച കർത്താവ്, അല്പസമയത്തേക്ക് മരണം ആസ്വദിച്ചവനെങ്കിലും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനായി നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഹേ മരണമേ നിൻ്റെ ജയമെവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ. പിശാച് മരണത്തിൻ്റെ ആ വിഷമുള്ളായ പാപം മനുഷ്യരിൽ കുത്തിവെച്ച് മനുഷ്യനെ മരണത്തിന് വിധേയമാക്കിയെങ്കിൽ മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തോൽപ്പിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ മേലും വിജയം വരിച്ച കർത്താവ് ഇന്ന് നമുക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് എല്ലാ മുഴങ്കാലും ആ തൃപാദത്തിൽ മടങ്ങുന്നു. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റുപറയുന്നു. അങ്ങനെ ഇഹത്തിലും പരത്തിലും എല്ലാ മഹത്വത്തിനും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്കും ഈ കർത്ത ദിവസത്തിൽ ആരാധിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് ഞങ്ങളെ എന്നേക്കുമുള്ള മരണഭയത്തിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചതുകൊണ്ട് സ്തോത്രം. മരണത്തെ നിർഭയം എതിരേറ്റ് ഞങ്ങൾക്ക് വേണ്ടി മരണം അല്പസമയത്തേക്ക് ആസ്വദിച്ച് മരണത്തിൻ്റെ പിടിയിൽ ഞങ്ങളെ മോചിപ്പിച്ചതുകൊണ്ട്, ഞങ്ങളെ നിത്യജീവൻ്റെ അവകാശികളാക്കി തീർത്തതുകൊണ്ട് എല്ലാ മഹത്വവും ഞങ്ങളങ്ങേ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.